Prayer. Dear God, thank you for bringing us together today. Bless our teachers and classmates. Give us wisdom, understanding, and good concentration. Help us to learn well and to do our best. Amen. Thank you. A very good morning to all. It's a pleasure to welcome you all here today. I welcome our Abanna ma'am for today's class and I welcome you all to the session. Thank you everyone. Have a great day. Every expert was once a beginner. Thank you. Good morning, all. Good morning, Good ma'am. morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. നമ്മുടെ റിവിഷനായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ? അതില് മൂവ്മെന്റ്സ് ആണ് ഇത് നമ്മൾ റിവിഷൻ ചെയ്യേണ്ട പോർഷൻ. പേജ് നമ്പർ 142 അല്ലേ? മൂവ്മെന്റ്സ് സ്നേഹയാണോ? ഓക്കെടാ. Yes, ma'am. ഫസ്റ്റ് ചെയ്തോടാ. Just later. Okay. Good morning, everyone. Good morning, ma'am. And good morning, my dear friends. Today, seminar focuses on movement in Montessori education and its vital role in a child's development. According to Maria Montessori, movement is not just a physical activity. It is deeply connected to the development of the mind. She emphasized that education should not separate thinking from movement because both work together in shaping the whole child. അതായത് മൂവ്മെന്റ് എന്നത് ഒരു വെറും നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് മാത്രമല്ല. അതായത് അതൊരു കുട്ടിയുടെ നമ്മുടെ ഇന്റലക്ച്വൽ, അതായത് ഇന്റേണൽ ആയിട്ടുള്ള ബൗദ്ധിക വികസനവുമായിട്ട് അടുത്ത് ബന്ധമുള്ള ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തില് തോട്ട് ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും വേർതിരിക്കാൻ പറ്റാത്ത രണ്ട് ഫാക്ടേഴ്സ് ആണ്. ബിക്കോസ് ഇവ രണ്ടും ചേർന്നാലാണ് ഒരു കുട്ടിയുടെ അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഡെവലപ്മെന്റ് പോസിബിൾ ആക്കുന്നത്. ആൻഡ് ഫസ്റ്റ് വൺ, understanding movement in Montessori philosophy. In many traditional schools, learning is associated mainly with intellectual work, that is, reading, writing, listening, and memorizing. Movement is often limited to physical education, exercise, or games. However, Montessori argued that separating movements from intellectual learning neglects the strong connection between the body and the mind. The brain is the center of thought, and movement is the expression of that thought. And every voluntary action begins in the mind and is carried out by the body. അതായത് നമ്മള് ചലനത്തിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് സാധാരണ സ്കൂളുകളിൽ പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന നമ്മൾ ഈ ഇന്റലക്ച്വൽ ആക്ടിവിറ്റീസ്, അതായത് ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, വായന, എഴുത്ത്, ഓർമ്മപ്പെടുത്തല് എന്നിവയൊക്കെ കുറിച്ചിട്ടാണ്. പക്ഷെ മൂവ്മെന്റ് സാധാരണയായിട്ട് എന്താണ് വ്യായാമം, ശാരീരിക വിദ്യാഭ്യാസം, അതായത് ഗെയിംസ് എന്നിവയിലേക്കാണ് ചുരുക്കുന്നത്. എന്നാൽ മോണ്ടിസോറി പോയിന്റ് ഔട്ട് ചെയ്യുന്നത് മൂവ്മെന്റിനെ നമ്മുടെ ഇന്റലക്ച്വൽ ലേണിംഗ് ആയിട്ട് വേർതിരിക്കുന്ന ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധത്തെ പിന്നെ എന്താ പറയണ്ടേ കണക്ട് ചെയ്തുകൊണ്ടാണ്. നമ്മുടെ തോട്ടിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ബ്രെയിൻ ആണ് അല്ലെ. അതുപോലെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ആ തോട്ടിന്റെ ആക്ഷൻ ആണ്. നമ്മൾ ചിന്തിക്കുന്നത് നമ്മളത് പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാണ്, പ്രവൃത്തിയിലൂടെ ഇത് കാണിക്കുന്നതാണ് എന്താണ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ വിത്തൗട്ട് പിന്നെ മൂവ്മെന്റ് എന്ന് പറയുന്നത് നമുക്കത് പ്രായോഗികമല്ല. അതുപോലെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ആ തോട്ടിന്റെ ഒരു ആക്ഷൻ ആണ്. നമ്മൾ ഓരോ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് ആരംഭിച്ചിട്ട് നമ്മുടെ ബോഡിയിലൂടെ അത് എക്സ്പ്രസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ബ്രെയിനിൽ നിന്ന് അത് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മുടെ എക്സ്പ്രസ് ചെയ്യണം. അത് ബോഡി മൂവ്മെന്റ്സിലൂടെയാണ് നമ്മളത് എക്സ്പ്രസ്. ഈവൺ ഇപ്പം ഞാനിപ്പോ ഈ ഒരു സെമിനാർ പ്രസന്റ് ചെയ്യുന്നത് പോലും എന്റെ മൈൻഡിലൂടെ വരുന്ന ആശയങ്ങൾ നമ്മളത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഇപ്പൊ എന്റെ കൈ ആയാലും ഒക്കെ മൂവ്മെന്റ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു മെത്തേഡാണ്. അത് മൂവ്മെന്റിലൂടെ നമ്മളത് എക്സ്പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ ഷീ ബിലീവ്ഡ് ദാറ്റ് മൂവ്മെന്റ് ഈസ് ജസ്റ്റ് ഫോർ ഫിസിക്കൽ സർവൈവൽ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ മെന്റൽ ഡെവലപ്മെന്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ,
the connection between movement and the developing mind ആണ്. Movement supports the cognitive development in several ways. First one, movement strengthen intelligence ആണ്. അതായത് ബുദ്ധി ചലനം എന്ന് പറഞ്ഞ നമ്മുടെ മൂവ്മെന്റ് എന്ന് പറഞ്ഞ നമ്മുടെ ഇന്റലക്ച്വൽ മൈൻഡ്, അതായത് ബുദ്ധിയെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ദാറ്റ് മീൻസ് movement strengthen intelligence. When a child moves with purpose, such as pouring water, arranging objects, or writing, they are not just exercising muscles, they are concentrating, coordinating, making decisions, solving problems എന്നൊക്കെയാണ്. അതായത് ഒരു കുട്ടി, നമ്മളിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ജഗ്ഗിൽ നിന്നോ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പാത്രത്തിൽ നിന്ന് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ ഈവൻ എഴുതുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ ഹാൻഡിന്റെ മൂവ്മെന്റ് മാത്രമല്ല, മറിച്ച് അവിടെ ബ്രെയിനിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺസെൻട്രേറ്റിംഗ് എന്നുള്ളത് വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ മേക്കിംഗ് ഡിസിഷൻസ് ആണ്, ഡിസിഷൻസ് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അതുപോലെ തന്നെ സോൾവിങ് പ്രോബ്ലംസ് ഒക്കെ ഈ 4 ഫാക്ടേഴ്സും അതിലൂടെ ആ ഒരു പെർട്ടിക്കുലർ ആക്ടിവിറ്റീസിലൂടെ എന്താ പറയാ കടന്നു പോകുന്നുണ്ട്. ദ ആക്ഷൻ ബിക്കംസ് മീനിങ് വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു മെന്റൽ ആക്ടിവിറ്റി ആണ്. ഈ ആക്ടിവിറ്റീസ് ഒക്കെ പർപ്പസ്ഫുൾ ആവുന്നത്, അതായത് ഈ മൂവ്മെന്റ്സ് ഒക്കെ നടന്നു പോകുന്നത് ആ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് മൈൻഡ് ആൻഡ് മൂവ്മെന്റ് രണ്ടും കണക്റ്റഡ് ആണ് നമുക്ക് ഇതിലൂടെ തെളിയിക്കാം. അതുപോലെ സെക്കൻഡ് വൺ, മൂവ്മെന്റ് ആൻഡ് ബ്രെയിൻ ഡെവലപ്മെന്റ് ആണ്. അതായത് ഇപ്പം സിഗ്നൽസ് ടു പെർഫോം ആക്ഷൻസ്, ദസ് മൂവ്മെന്റ് ബിക്കംസ് എ ടൂൾ ഫോർ ഇന്റലക്ച്വൽ ഗ്രോത്ത്. അതായത് മെമ്മറി, കോർഡിനേഷൻ, ഫോക്കസ് ഒക്കെ വരുന്നത് പരിസരം മനസ്സിലാക്കാനുള്ള മാർഗമായിട്ട് മൂവ്മെന്റ് മാറുന്നുണ്ട്. അതായത് കുട്ടി പിന്നെ നമ്മുടെ പരിസ്ഥിതിയുമായിട്ട്, സറൗണ്ടിങ്സ് ആയിട്ട് കണക്ട് ചെയ്യപ്പെടുകയാണ് ഇവിടെ. അതുപോലെ തേർഡ് വൺ, മൂവ്മെന്റ് ആസ് എ മീൻസ് ഓഫ് ലേണിംഗ് അബൌട്ട് ദ എൻവയോൺമെന്റ്. അതായത് ബാലൻസ്, കൺട്രോള്, റെസ്പോൺസിബിലിറ്റി, അവയർനെസ്. അതായത് when a child carry a chair carefully across the room, they are learning. ഇതൊക്കെയാണ്. അതായത് നമ്മൾ കുട്ടിയുടെ അകത്തുനിന്ന് ഒരു ചെയർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് റീപ്ലേസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ട്, ആ കുട്ടിയുടെ കൈ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്, ഒരു ചെയർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ അതൊരു കൺട്രോളിങ് ആണ്, അത് താഴെ വീഴാതെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ ആ ഒരു മെത്തേഡിൽ വരുന്നുണ്ട്. പിന്നെ ഫോർത്ത് വൺ, മൂവ്മെന്റ് ആൻഡ് എക്സ്പ്രഷൻ ഓഫ് പേഴ്സണാലിറ്റി. അതായത് brings creative thoughts to life, helps build relations, allows communication. Without a movement, ideas cannot be shared with the outside world ആണ്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് എന്താ പറയണ്ടേ, ഒരു മൂവ്മെന്റ് ഇല്ലാണ്ട് നിന്നിട്ട് നമ്മൾ വെറും വേർബൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻ മാത്രമാണെങ്കിൽ എന്താണ് മറ്റുള്ളവർക്ക് അത് ചിലപ്പം ഉൾക്കൊള്ളാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ ആക്ഷൻസിലൂടെ നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് അത് സ്റ്റിക്ക് ഓൺ ചെയ്യും മൈൻഡിൽ. ഇതാണ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ, the role of movement in education, then practical implication for teacher. When children are allowed purposeful movement, they develop discipline naturally rather than through control imposed by adults. അതായത് ചലനം എന്ന് പറയുന്നത്, അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു പാത്താണെന്ന് തന്നെ പറയാം. അതായത് നമ്മള് ആശയങ്ങൾ ഷെയർ ചെയ്യാന്, അതുപോലെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും, അതുപോലെ തന്നെ നമ്മൾ റിട്ടേണിലൂടെ, അത് എഴുത്തിലൂടെ ഒക്കെ അത് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം then about the conclusion, to conclude, movement is not separate from learning, it is learning. According to Maria Montessori, the development of intelligence depends on purposeful movement connected with mental activity. Movement allows children to explore, create, and express themselves. Education, therefore, must respect the unity of purpose. We support their full development physically, intellectually, socially, and emotionally. അതായത് നമ്മുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് പഠനത്തിൽ നിന്നും നമ്മൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫാക്ടറാണ്. അത് തന്നെയാണ് നമ്മുടെ ഈ ലേണിംഗ്, പഠനം എന്ന് പറയുന്നത്. സോ മരിയ മോണ്ടിസോറി പ്രകാരം നമ്മുടെ ഇന്റലക്ച്വൽ ലേണിംഗ്, അതായത് ഭൗതിക വികസനം മെൻഷൻ ചെയ്യുന്നത് മൂവ്മെന്റുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ചലനം കുട്ടിയെ ചിന്തിക്കാനും അതുപോലെ തന്നെ അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ സൃഷ്ടിക്കാനും അതുപോലെ തന്നെ സെൽഫ് ഡിസിഷൻസ്, അതായത് സ്വയം പ്രകടിപ്പിക്കാനും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. സോ വിദ്യാഭ്യാസം നമ്മുടെ മൈൻഡും അതായത് ബോഡിയും ഒന്നിച്ചുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു വളർച്ചയാണ്. കുട്ടിക്ക് ഉദ്ദേശത്തോടെ ചലിക്കാൻ അവസരം നൽകുമ്പോൾ അവരുടെ ശാരീരിക, ഭൗതിക, അതുപോലെ തന്നെ സോഷ്യൽ ആയിട്ടുള്ളതും പിന്നെ മാനസികമായിട്ടുള്ളതും ഒക്കെയുള്ള വളർച്ചകൾ കൂടുതൽ ഡെവലപ്മെന്റ് ആവുകയാണ് ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു മാം.
Sanjana. Yes, ma'am. Good morning, ma'am, and good morning, all. Today, I'm going to talk about the topic movement in child development. മോണ്ടിസോറി വ്യൂ പ്രകാരം മൂവ്മെന്റ് അഥവാ ചലനം എന്നത് വെറുമൊരു അനക്കം മാത്രമല്ല, മറിച്ച് കുട്ടിയുടെ ഇന്റലക്ച്വൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റിനെയും സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മെന്റൽ ഡെവലപ്മെന്റും മൂവ്മെന്റും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ട്. കുട്ടികളുടെ ഇന്റലിജൻസിനെ ഉണർത്തുന്നത് മൂവ്മെന്റ്സ് ആണ്. അതുപോലെ മോണ്ടിസോറി മെത്തേഡ് പ്രകാരം കുട്ടികൾ കണ്ടും കേട്ടും മാത്രമല്ല പഠിക്കുന്നത്, പല പല ആക്ടിവിറ്റീസിൽ ചെയ്യുന്നതിലൂടെയും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതിനായി മൂവ്മെന്റ്സ് അത്യാവശ്യമാണ്. അതുപോലെ കുട്ടി തന്നെ സറൗണ്ടിങ്സിനെ നിരീക്ഷിക്കുന്നതിനും അതിൽ നിന്ന് അറിവ് ലഭിക്കുന്നതിനും മൂവ്മെന്റ്സ് അത്യാവശ്യമാണ്. ഹാൻഡ് ആൻഡ് ബ്രെയിൻ കോർഡിനേഷൻ സാധ്യമാകുന്നതും ഈ മൂവ്മെന്റ് വഴി ആയിരിക്കും. അതായത് ഒരു കുട്ടി ബുദ്ധിപരമായി ചിന്തിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കണമെങ്കിൽ അവനിക്ക് മൂവ്മെന്റ്സ് കൂടിയേ തീരും. ഡോക്ടർ മറിയ മോണ്ടിസോറിയുടെ വിശ്വാസപ്രകാരം ദ ഹാൻഡ്സ് ആർ ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മാൻസ് ഇന്റലിജൻസ്. അതായത് കൈകള് മനുഷ്യന്റെ ബുദ്ധിയുടെ ഉപകരണങ്ങളാണ് എന്നാണ് പറയുന്നത്. ഹാൻഡ് ആൻഡ് ബ്രെയിൻ കോർഡിനേഷൻ വഴി കുട്ടികൾ എൻവയോൺമെന്റുമായി കൂടുതൽ കണക്റ്റഡ് ആവുകയും അതിൽ നിന്ന് തന്നെ കൂടുതൽ കാര്യങ്ങൾ സ്വയം പഠിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മൂവ്മെന്റ് വഴി കുട്ടികൾക്ക് എൻവയോൺമെന്റിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ സ്വയം പഠിക്കാൻ അവർ പ്രാപ്തരാകുകയും ചെയ്യുന്നു. മൂവ്മെന്റ് വഴി സാധ്യമാകുന്ന മറ്റൊരു കാര്യമാണ് ഡെവലപ്മെന്റ് ത്രൂ എക്സ്പീരിയൻസ്. അതായത് കുട്ടികൾ എക്സ്പീരിയൻസിലൂടെ കാര്യങ്ങൾ പഠിക്കുന്നു. കുട്ടികൾ മൂവ്മെന്റ് വഴി സറൗണ്ടിങ്സുമായി കൂടുതൽ അടുക്കുന്നത് മൂലം ഇതൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റുകയും ചെയ്യുന്നു. ഇത് ആദ്യം ചെറിയ ചെറിയ കളികളിലൂടെയൊക്കെ ആയിരിക്കും, പിന്നീട് ലക്ഷ്യബോധമുള്ള വർക്കുകളിലൂടെയും ഇത് സാധ്യമാകുന്നു. ഇപ്പൊ ഒരു ബ്രൗൺ സ്റ്റെയർ വെച്ചിട്ട് ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അതിൽ എറർ സംഭവിച്ചാൽ കുട്ടി സ്വയം തിരുത്താൻ പറ്റാണ്. കൺട്രോൾ ഓഫ് എറർ കുട്ടിക്ക് സ്വയം മനസ്സിലാവുകയാണ്. ഈ എറർ എന്താണെന്ന് അവർ എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടാണ് അവർക്ക് സ്വയം അത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത്തരത്തിൽ എക്സ്പീരിയൻസ് വേണമെങ്കിൽ കുട്ടികളിൽ മൂവ്മെന്റ്സ് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. അതുപോലെ ആക്ടിവിറ്റി ശരിയായി ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ ഇമോഷൻസ് കാണിക്കാനും മൂവ്മെന്റ്സ് ആവശ്യമാണ്. ഇത് മറ്റുള്ളവരുമായിട്ട് കണക്റ്റഡ് ആവാൻ കുട്ടിയെ വളരെയധികം സഹായിക്കുന്നു. ഇത് കുട്ടിയുടെ ഫിസിയോളജിക്കൽ ഓർഗാനിസവുമായി പൊരുത്തപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇൻ കൺക്ലൂഷൻ, മൂവ്മെന്റ് അഥവാ ചലനം എന്നത് വെറുമൊരു ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രമല്ല, ഒരു കുട്ടിയുടെ മനസ്സും ലോകവും തമ്മിലുള്ള ഒരു പാലമാണ്. കുട്ടികളുടെ ഫിസിക്കൽ, മെന്റൽ, സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിന്റെ ആധാരമായ ഒരു സ്വാഭാവിക പ്രവർത്തനമാണ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. താങ്ക് യു മാം. താങ്ക് യു ഓൾ. Thank you, ma'am. Then Nasira, importance of movements. Yes, ma'am. Good morning, all. Today I am talk about importance of movements. Introduction. The importance of movements is Montessori education comes from a care belief. Maria Montessori movement and cognition are deeply connected. In Montessori environment, the movement is not break from learning. It is a primary way of children learn. മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ മൂവ്മെന്റ്സിന് വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട്. മറിയ മോണ്ടിസോറി ഇതിന് ഡീപ്ലി കണക്റ്റഡ് ആണ് അവരുടെ പഠനവുമായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഒരു മൂവ്മെന്റ്സ് പഠനത്തിൽ ഒരു ഇടവേളയല്ല, അത് അവരെ പഠിക്കാനുള്ള പ്രധാന ഒരു മാർഗമായിട്ടാണ് കണക്കാക്കുന്നത്. മോണ്ടിസോറി വ്യൂ ഓഫ് മൂവ്മെന്റ്. Montessori observed that the hand is the instrument of mind. Using hand is practically task relief of fine motor control which support writing and reading letters. Intelligence developed through purposeful activities. Freedom of movement supports self-construction. Type of ബുദ്ധിയുടെ ഉപകരണമായിട്ടാണ് ഹാൻഡ്സ് മൂവ്മെന്റിനെ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തത്. ഹാൻഡ് പ്രാക്ടിക്കൽ ടാസ്കുകൾ നൽകുമ്പോൾ കുട്ടികൾ അതിലൂടെ അവരുടെ മോട്ടോർ സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയും അവരുടെ റൈറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ആവുകയും ചെയ്യുന്നു.
കുട്ടികൾ പ്രവർത്തിക്കുന്നതിലൂടെ കൂടുതൽ പഠിക്കുന്നു. അവരുടെ സെൽഫ് മോട്ടോ സ്കില്ലും സെൽഫ് കൺസ്ട്രക്ഷനും വർദ്ധിക്കുന്നു ഫ്രീഡം മൂവ്മെന്റിലൂടെ. ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ഇൻ മോണ്ടിസോറി ക്ലാസ് റൂം. Practical life movement are the pouring, spooning, sweeping, buttoning, tying, food preparation, carrying trays and rolling mats. These are practical movement in motor skills classroom. ഇത് മോണ്ടിസോറി ക്ലാസ് റൂമിൽ കുട്ടികളുടെ ഈ മൂവ്മെന്റ്സ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കുക, സ്പൂണിങ് ചെയ്യുക, പിന്നെ ബട്ടണിങ് ചെയ്യിക്കുക, ക്യാരിയിങ് ട്രേസ്, റോളിംഗ് മാറ്റ്സ്, അങ്ങനെ കുട്ടികൾക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള മൂവ്മെന്റ്സ് ക്ലാസ് റൂമിൽ കൊടുക്കുന്നത് അവരുടെ പഠനത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. These activities developed their coordination, order, independence, concentration. അവരുടെ കോർഡിനേഷനും ഓർഡറും ഒരു സ്വാതന്ത്ര്യപരമായിട്ടുള്ള ഇതിനൊക്കെ അവർക്ക് ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. The sensorial academic movement are teaching sandpaper, letter, moving beads, beads chains for math building with geometrical solids. These are purpose in muscle memory, concrete understanding, preparation for observation, abstraction. സെൻസോറിയൽ അക്കാദമിക് മൂവ്മെന്റ്സിൽ അവർ നൽകുന്ന സാൻഡ് പേപ്പറിലൂടെ ട്രേസ് ചെയ്തിട്ടുള്ള മൂവ്മെന്റ്സ്, പിന്നെ ബീഡ്സ് ഉപയോഗിച്ച് മാത്സിനെ കണക്ട് ചെയ്ത് മാത്സ് പഠിപ്പിക്കുന്നു. പിന്നെ അവരുടെ ജോമെട്രിക്കൽ സോളിഡ്സ് പരിചയപ്പെടുത്തി അതുകൊണ്ട് ഉപയോഗിച്ചിട്ടും അവര് കുട്ടികളുടെ മെമ്മറി ലെവല് വളരെ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ ആശയം വ്യക്തമാക്കാനും അവർക്ക് ചിന്തകൾ വളരെ കൂടുതൽ പ്രിപ്പറേഷൻ ചെയ്യാനും കഴിയുന്നു. ഗ്രോസ് മോട്ടോർ കൺട്രോൾഡ് മൂവ്മെന്റ്, വാക്കിംഗ് ഓൺലൈൻ, ഗ്രേസ് ആൻഡ് courtesy lesson, careful handling of materials are developed. Body awareness, self regulator, respected for the environment. ഗ്രോസ് മോട്ടോർ കൺട്രോൾമെന്റ് മൂവ്മെന്റിൽ ലൈനിലൂടെ നടക്കുക, പിന്നെ ഗ്രേസ്, കോർട്ടസി ലെസൺസ്, പിന്നെ കെയർഫുൾ ഹാൻഡിങ്, അങ്ങനെ കുട്ടികൾക്ക് ചെയ്യാൻ രൂപത്തിലുള്ള ചെറിയ ചെറിയ ഇതിലൂടെ അവരുടെ മെമ്മറി വർദ്ധിപ്പിക്കുന്നു. In conclusion, in short, movement leads to muscle importance, stimulate the mind of feeling, development, independence, connections, confidence, and language leads of normalization and totally result in healthy body and mind. ഇത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മൂവ്മെന്റ് കൂടുതലായിട്ട് നമുക്ക് കുട്ടികളുടെ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിനും അവരുടെ കോൺസെൻട്രേഷനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കാനും ലാംഗ്വേജ് ലെവൽ വർദ്ധിക്കാനും പിന്നെ നോർമലൈസേഷൻ ആയിട്ടുള്ള കുട്ടിയെ വളർത്തിയെടുക്കാനും നമുക്ക് ഈ ഒരു മൂവ്മെന്റ്സിലൂടെ കുട്ടികളുടെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നതാണ്. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് മിശ്ര. മാം, എന്റെ നെക്സ്റ്റ് ടോപ്പിക് ആണ് മൂവ്മെന്റ് ആൻഡ് മെന്റൽ അസിമുലേഷൻ. സ്പിരിറ്റ് ആൻഡ് ഫ്ലഷും മൂവ്മെന്റ് ആൻഡ് മെന്റൽ അസിമുലേഷനും ഒരുമിച്ചാണ്. അയ്യോ, ഞാൻ മൂവ്മെന്റ് ആൻഡ് മെന്റൽ അസിമുലേഷൻ മാത്രമേ എഴുതിയുള്ളൂ മാം. അത് പറഞ്ഞാൽ മതിയാ? Good morning all. My name is Misha Prasad. Today I am going to conduct a seminar on the topic movement and mental assimilation. Movement and mental assimilation are closely connected in child development. Children learn better through movement and active participation. അതായത് മൂവ്മെന്റ് ആൻഡ് മെന്റൽ അസിമുലേഷൻ കുട്ടികളുടെ വളർച്ചയെ അടുത്ത് ബന്ധമുള്ളവയാണ്. കുട്ടികളുടെ ചലനത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും നല്ല രീതിയിൽ അവർക്ക് പഠിക്കാൻ സഹായിക്കുന്നു. When a child moves, touches and explores the environment, the brain receives more information and understanding improves. Physical activities such as walking, carrying objects and playing helps children develop coordination and concentration.
കുട്ടി ചലനത്തിലൂടെയും സ്പർശനത്തിലൂടെയും ചുറ്റുപാടുകളെയും നിരീക്ഷിക്കുമ്പോൾ ബുദ്ധിവികാസം മെച്ചപ്പെടുത്തുന്നു. നടക്കുക, ഒബ്ജക്റ്റുകൾ എടുക്കുക, കളികൾ എന്നിവ കുട്ടികളുടെ ഏകാഗ്രതയും ഏകീകരണവും മെച്ചപ്പെടുന്നു. Movement also support the growth of thinking ability and problem solving skills. ചലനം കുട്ടികളുടെ ചിന്താശേഷിയെയും പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവിനെയും വികസിപ്പിക്കുന്നു. In Montessori education, movement is considered an important part of learning because it helps children gain real experiences. Through movement, children develop independence and confidence. മോണ്ടിസോറി വിദ്യാഭ്യാസത്തിൽ ചലനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇത് കുട്ടികൾക്ക് റിയൽ എക്സ്പീരിയൻസ് നൽകുന്നു. ചലനത്തിലൂടെ കുട്ടികൾക്ക് സ്വാതന്ത്ര്യവും ആത്മവിശ്വാസവും കിട്ടുന്നു. സ്വതന്ത്രമായി ചെയ്യാനുള്ള ആത്മവിശ്വാസം കിട്ടുന്നു. Mental assimilation happens when children understand and remember what they learn through their sense and actions. Therefore, teachers should provide opportunities for free movement and activity in the classroom. കുട്ടികൾ തങ്ങളുടെ സെൻസിലൂടെ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി ഓർക്കുന്നതാണ് മാനസിക ആഗാഹനവും. അതുകൊണ്ട് ക്ലാസ് റൂമിൽ സ്വതന്ത്രമായി ചലിക്കാനും പ്രവർത്തിക്കാനും അവസരം നൽകണം. A learning environment that encourages movement helps children become active learners and supports their overall physical and mental development. ചലനത്തെ പ്രോത്സാഹിപ്പിക്കുകയും പഠനാന്തരീക്ഷം കുട്ടികളെ പഠിക്കുന്നവരാക്കുകയും അവരുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു. താങ്ക് യു ടീച്ചർ. താങ്ക് യു ഓൾ. മൂവ്മെന്റ്സ് ഡിസ്കവറി ഫസ്റ്റ് 2 പോയിന്റ്സ് ടീച്ചറെ ഞാനിത് വിട്ടുപോയതാണ് കേട്ടാ, ഞാൻ കേട്ടുള്ളതാണ്. Yes, ma'am. Good morning. Good morning to all. Today I am going to present the topic movement and discovery based on the Montessori philosophy. Dr. Maria Montessori believed that movement is closely connected with learning and mental development. Dr. Maria Montessori വിശ്വസിച്ചത് പഠനവും മാനസിക വളർച്ചയും മൂവ്മെന്റുമായി അടുത്ത ബന്ധമുള്ളതാണ്. Movement and discovery. According to Montessori, school use a variety of ways such as visual aids, stories, the capability of the teachers, manners, etc. to obtain attention and concentration of the children. Montessori believed that for concentration to come, children must be engaged with material, always with material, never without the materials. The mental must be an object which does not interest in an abstract manner, but it must lend in itself to a positive activity which the child is led to repeat the movement again and again. She further remarked that the movement must have an intellectual atmosphere. മോണ്ടിസോറി അധ്യാപകന്റെ കഴിവ് തുടങ്ങിയ ഉപയോഗിക്കുന്നു. എന്നാൽ യഥാർത്ഥ ഏകാഗ്രത വളരാൻ കുട്ടി പഠന സാമഗ്രികളുമായി പ്രവർത്തിക്കണം എന്നാണ് മോണ്ടിസോറിയുടെ വിശ്വാസം. സാമഗ്രി സങ്കല്പമാക്കരുത്, അത് കുട്ടിയെ സജീവ പ്രവർത്തനത്തിലേക്കും ആവർത്തനത്തിലേക്കും നയിക്കണം. കൂടാതെ ഈ ചലനത്തിന് ഭൗതിക അന്തരീക്ഷം ഉണ്ടായിരിക്കണം. മൂവ്മെന്റ്, റിപ്പിറ്റിഷൻ ആൻഡ് ഡിസ്കവറി. Montessori believed that even when a child has been taught and he understands what he has learned, it is important that the child must go on repeating the same exercise and for sheer love of it. It is like being introduced to a person and staying with him. അനുസരിച്ച് ഒരു കുട്ടി ഒരു പാഠം പഠിച്ച് അത് മനസ്സിലായാലും അവൻ അതേ പ്രവർത്തനം വീണ്ടും വീണ്ടും ചെയ്യണം. ഈ ആവർത്തനം നിർബന്ധമായതല്ല, അത് കുട്ടിയുടെ ഉള്ളിലുള്ള താല്പര്യത്തിലും സന്തോഷത്തിൽ നിന്നും വരുന്നതാണ്.
ഓരോ പ്രവർത്തനം പല തവണ ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് കൂടുതൽ വ്യക്തമായ അറിവും കഴിവും ലഭിക്കുന്നു. മൂവ്മെന്റിലൂടെയാണ് പഠനം നടക്കുന്നത്. കാരണം കുട്ടി കൈകൊണ്ടും ശരീരത്തിലൂടെയും പ്രവർത്തിക്കുമ്പോൾ മനസ്സും ബുദ്ധിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഈ ആവർത്തന പ്രക്രിയ കുട്ടിയെ പുതിയ കാര്യങ്ങൾ സ്വയം കണ്ടെത്തൽ സഹായിക്കുന്നു. അതിനാൽ ചലനം, ആവർത്തനം, കണ്ടെത്തൽ എന്നിവ മോണ്ടിസോറി പഠന രീതിയിലെ പ്രധാന ഘടകങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, പിങ്ക് ടവർ. കുട്ടി പിങ്ക് ടവർ 10 ക്യൂബുകൾ ഓരോന്നായി അടുത്ത് അല്ലെങ്കിൽ മാറ്റി ക്രമമായി അടുക്കുന്നു. ഐ ഹാൻഡ് കോർഡിനേഷൻ ആണ്. ശരീരത്തിന്റെ നിയന്ത്രണം എന്നിവ പ്രവർത്തിക്കുന്നു. റിപ്പിറ്റേഷൻ. കുട്ടി ടവർ പൊളിച്ച് വീണ്ടും വീണ്ടും അടുക്കും. വലുതിൽ നിന്ന് ചെറുതിലേക്കോ ചെറുതിൽ നിന്ന് വലുതിലേക്കോ പല തവണ ശ്രമിക്കും. പല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ കുട്ടിയുടെ ആവർത്തനം ചെയ്യുന്നത്. ഡിസ്കവറി. ആവർത്തനത്തിലൂടെ കുട്ടി സ്വയം കണ്ടെത്തും ഏത് ക്യൂബ് വലുത്, ഏത് ക്യൂബ് ചെറുത്. ശരിയായ ക്രമത്തിൽ വെച്ചാൽ മാത്രമാണ് ടവർ സ്ഥിരമായി നിൽക്കുന്നത് എന്നും ഈ മെറ്റീരിയൽ എന്തുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തത് എന്നും വലിപ്പ വ്യത്യാസം മനസ്സിലാക്കുന്നു. അതായത് ചലനത്തിലൂടെ പ്രവർത്തിക്കുന്ന വീണ്ടും വീണ്ടും ചെയ്യുന്നു, സ്വയം അറിവ് കണ്ടെത്തുന്നു. താങ്ക് യു മാം. താങ്ക് യു ഓൾ. ഓക്കെ, നന്നായിട്ട് എടുത്തു കേട്ടോ. ഞാനാണ് മാം. മാം മാം ജലദോഷം പനിയാന്ന് സൗണ്ടിന് കുറച്ച് പ്രോബ്ലം വരുവേ. നല്ല പ്രസന്റ് ചെയ്യുന്നുണ്ട്. Good morning, ma'am, and my dear friends. Today I am going to present a seminar on the topic Sudden Illumination and Montessori Explosion Material as the Gateway to New Discoveries. This topic is closely related to the educational philosophy of Montessori. In the Montessori method, learning happens through self-exploration and hands-on experience. Children often experience a moment of clear understanding called sudden illumination, and at certain stages, they show rapid development known as Montessori explosion. Both of these are supported by the effective use of Montessori materials. In this seminar, I will explain this concept along with examples and highlight the importance of materials in helping children discover and learn naturally. ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം സഡൻ ഇലുമിനേഷൻ ആൻഡ് മോണ്ടിസറി എക്സ്പ്ലോഷൻ മെറ്റീരിയൽസ് ആസ് ദ ഗേറ്റ്വേ ടു ന്യൂ ഡിസ്കവറീസ് എന്നതാണ്. ഈ വിഷയം മറിയാം മോണ്ടിസോറിയുടെ വിദ്യാഭ്യാസ ആശയങ്ങളുമായി അടുത്ത ബന്ധമുള്ളതാണ്. മോണ്ടിസോറി രീതിയിൽ കുട്ടികൾ സ്വയം പഠിക്കുന്നതിനും കണ്ടെത്തലുകൾ നടത്തുന്നതിനും മെറ്റീരിയൽസ് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. കുട്ടികൾക്ക് ഒരാശയം പെട്ടെന്ന് മനസ്സിലാകുന്ന നിമിഷത്തെ സഡൻ ഇലുമിനേഷൻ എന്നും ഒരു പ്രത്യേക മേഖലയിൽ പെട്ടെന്ന് വളർച്ച ഉണ്ടാകുന്നതിനെ മോണ്ടിസോറി എക്സ്പ്ലോഷൻ എന്നും പറയുന്നു. ഈ സെമിനാറിൽ സഡൻ ഇലുമിനേഷൻ, മോണ്ടിസോറി എക്സ്പ്ലോഷൻ മെറ്റീരിയൽസിന്റെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് വിശദീകരിക്കാൻ പോകുന്നു. First one, sudden illumination. Sudden illumination is the moment when a child suddenly understands a concept clearly. After repeated experience, it is often called a moment where the child connects ideas on their own without direct teaching. According to Maria Montessori, true learning happens when the child discovers knowledge independently. For example, a child who has been working with number rods may suddenly understand the concept of counting and quantity. Similarly, when using sandpaper letters repeatedly, a child must suddenly recognize and say letter sounds correctly. This moment of clear understanding is called sudden illumination, and it makes learning joyful and meaningful. അതായത് സഡൻ ഇലുമിനേഷൻ എന്നത് ഒരു കുട്ടിക്ക് ഒരു ആശയം പെട്ടെന്ന് വ്യക്തമായി മനസ്സിലാകുന്ന നിമിഷമാണ്. ഇത് ആ മൊമെന്റ് എന്നും വിളിക്കപ്പെടുന്നു. കുട്ടി ആവർത്തിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ സ്വയം അറിവ് കണ്ടെത്തുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. മറിയ മോണ്ടിസോറി പറഞ്ഞതുപോലെ കുട്ടികൾ സ്വയം കണ്ടെത്തുന്ന പഠനമാണ് ഏറ്റവും ഫലപ്രദം. ഈ ബോധോദയം കുട്ടികളുടെ പഠനത്തെ കൂടുതൽ സന്തോഷകരവും അർത്ഥവത്തമാക്കുന്നു.
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്പർ റോഡ്സ് ഉപയോഗിച്ച് കളിക്കുന്ന കുട്ടി പെട്ടെന്ന് എണ്ണം മനസ്സിലാക്കുന്നു. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഉപയോഗിച്ച കുട്ടി പെട്ടെന്ന് അക്ഷര ശബ്ദങ്ങൾ തിരിച്ചറിയുന്നു. നിറങ്ങൾ റിപ്പീറ്റഡ്ലി കാണുമ്പോൾ പെട്ടെന്ന് നിറങ്ങൾ തിരിച്ചറിയുന്നു. സെക്കൻഡ് വൺ, മോണ്ടിസോറി എക്സ്പ്ലോഷൻസ്. Montessori explosions refers to sudden and rapid development in a particular area of learning when the child is developmentally ready. These changes happen naturally after continuous interaction with the environment and materials. Common types include language explosion, writing explosion, and reading explosion. For example, a child who was speaking only a few words may suddenly begin to useful sentences. This is a language explosion. In another case, after practicing and sandpaper letters and movable alphabet, a child may suddenly start writing words without help, which is known as a writing explosion. These explosion show that learning this is a natural process that unfolds at the right time. മോണ്ടിസറി എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് കുട്ടികളിൽ പെട്ടെന്നുണ്ടാകുന്ന വേഗത്തിലുള്ള വളർച്ചയാണ്. കുട്ടി തയ്യാറാകുന്ന സമയത്ത് സ്വാഭാവികമായി മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഭാഷ, എഴുത്ത്, വായന എന്നിവയിൽ ഇത്തരം എക്സ്പ്ലോഷൻ കാണാം. ശരിയായ അന്തരീക്ഷവും മെറ്റീരിയൽസും ലഭിക്കുമ്പോൾ കുട്ടികളുടെ കഴിവുകൾ പെട്ടെന്ന് പ്രകടമാകുന്നു. കുറച്ചു വാക്കുകൾ മാത്രം പറഞ്ഞിരുന്ന കുട്ടി പെട്ടെന്ന് പൂർണ്ണ വാക്കുകൾ സംസാരിക്കുന്നു. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഉപയോഗിച്ച ശേഷം കുട്ടി പെട്ടെന്ന് എഴുതാൻ തുടങ്ങുന്നു. ലെറ്റേഴ്സ് പരിചയപ്പെട്ട കുട്ടി പെട്ടെന്ന് വായിക്കാൻ തുടങ്ങുന്നു. Third one, Montessori materials as the gateway to new discoveries. Montessori materials act as a gateway to new discoveries by helping children learn through hands-on experience. These materials are designed to be self-correcting, attractive, and suitable for the child's developmental stage. Through repeated use, children gain deeper understanding and confidence. For example, the Pink Tower help children understand size and dimension, while bead chains help in learning numbers and sequences. When children freely explore these materials, they develop concentration, independence, and problem-solving skills. Thus, Montessori materials open the door for children to experience sudden illumination and learning explosions naturally. മോണ്ടിസറി മെറ്റീരിയൽസ് കുട്ടികളുടെ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവ കൈകൊണ്ട് ഉപയോഗിക്കാവുന്നവയും സെൽഫ് കറക്റ്റിംഗ് ആയവയുമാണ്. കുട്ടികൾക്ക് സ്വയം പഠിക്കാൻ ഇവ സഹായിക്കുന്നു. ഈ മെറ്റീരിയൽസ് ഉപയോഗിച്ച് കുട്ടികൾ ആശയങ്ങൾ സ്വതന്ത്രമായി കണ്ടെത്തുകയും കൂടുതൽ ആത്മവിശ്വാസവും ഏകാഗ്രതയും വികസിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ മെറ്റീരിയൽസ് കുട്ടികളെ പുതിയ കണ്ടെത്തലുകളിലേക്ക് നയിക്കുന്ന ഒരു വഴികാട്ടിയായി പ്രവർത്തിക്കുന്നു. പിങ്ക് ടവർ ഉപയോഗിച്ച് കുട്ടി വലിപ്പ വ്യത്യാസം മനസ്സിലാക്കുന്നു. ബീഡ്സ് ചെയിൻ ഉപയോഗിച്ച് സംഖ്യകളും ക്രമവും പഠിപ്പിക്കുന്നു. പസിൽ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പ്രോബ്ലം സോൾവിംഗ് കഴിവ് വികസിക്കുന്നു. Conclusion. In conclusion, sudden illumination and Montessori explosion show that children learn best through self-discovery. With the help of properly designed Montessori materials, children can explore, understand, and grow at their own pace. The role of the teacher to guide and support this process. Therefore, Montessori education create a joyful and meaningful learning experience for every child. Sudden illuminationന്റെയും മോണ്ടിസറി എക്സ്പ്ലോഷനും കാണിക്കുന്നത് കുട്ടികൾ സ്വാഭാവികമായി പഠിക്കാൻ കഴിവുള്ളവരാണ് എന്നതാണ്. ശരിയായ മോണ്ടിസറി മെറ്റീരിയൽസ് ഉപയോഗിച്ചാൽ കുട്ടികൾക്ക് സ്വയം പഠിക്കാനും കണ്ടെത്തലുകൾ നടത്താനും കഴിയും. അധ്യാപകൻ ഒരു മാർഗദർശിയായി പ്രവർത്തിക്കണം. ഇങ്ങനെ മോണ്ടിസോറി വിദ്യാഭ്യാസ കുട്ടികളുടെ പഠനത്തെ സന്തോഷകരവും അർത്ഥവത്തവുമായതാക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു all for giving opportunity to present this seminar topic. മാം സൗണ്ടിൽ പ്രശ്നമുണ്ടാകും. ഓക്കെ, അപ്പൊ നമ്മള് മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഏകദേശം റിവൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഏകദേശം മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റിയോ?
അപ്പോ ഇനി നമുക്ക് രണ്ട് അതിലെ പക്ഷേ ഇതിനകത്ത് എന്റെ ബാക്ക് ക്യാമറയുടെ സിമ്പിൾ കാണിക്കുന്നില്ല. ആണോ? ക്യാമറ ഒരു മിനിറ്റ് ഞാൻ പറയാം, 1 മിനിറ്റ്. ഇനി ക്യാമറ ഓൺ ചെയ്തേ ആതിര. ആതിര ക്യാമറ ഓൺ ചെയ്തേ. ഇനി ബാക്ക് ക്യാമറയുടെ സിമ്പിൾ കാണിക്കുന്നുണ്ടോ? ഇല്ല. ടോപ്പിലായിട്ട് മുകളില് അവിടെ ഇല്ല. അവിടെ സ്പീക്കറിന്റെ ഒരു സിമ്പിൾ മാത്രമേ ഉള്ളൂ. ക്യാമറയുടെ സിമ്പിൾ വരുന്നില്ല. മുകളിൽ 3 കുത്തല്ലേ? ആ 3 കുത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് ബാക്ക് ക്യാമറ സ്നേഹയുടെ ആയാലോ? ഏതാണ് സർ? മുകളിലായിട്ട് 3 ഡോട്ട്സ് ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തു. മുകളിലല്ല, താഴെ ഡോട്ട്സ് ഉണ്ട്, മേലെ ഡോട്ട്സ് ഇല്ല. താഴത്തെ ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിലൊരു മെസ്സേജ് ഉണ്ടോ? അതിലുണ്ടോ ബാക്ക്? ഇല്ല. അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്? ഉണ്ട്. അതാണെന്ന് പറയുന്നത്. കൊറേ നേരമായി നോക്കണം, പക്ഷെ എനിക്ക് അത് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നോക്കിട്ടോ. ഫ്രണ്ട്സിനോട് ആരെങ്കിലും ചോദിക്കും. ഇപ്പൊ ആരായിരുന്നു? സ്നേഹയുടെ ബാക്ക് ക്യാമറ ഞാനിപ്പോ കണ്ടു. സ്നേഹയോട് ഒന്ന് ചോദിച്ചു നോക്കിട്ടോ. ഓക്കെ, വൈവേക്ക് സ്റ്റാർട്ട് ചെയ്തില്ലേ? കുറച്ച് പേരൊക്കെ വൈവേക്ക് അറ്റൻഡ് ചെയ്തല്ലോ. ഓക്കെ, ബാക്കിയുള്ളവരെല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ വൈവേക്ക് അറ്റൻഡ് ചെയ്യാൻ നോക്കാം. മാക്സിമം ഇപ്പൊ നമുക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മളത് ഇൻഫോം ചെയ്യാം കേട്ടോ. രശ്മി എന്ന് പറയുന്ന കുട്ടിയുടെ അടുത്താണ്. കുട്ടികളോട് ഇൻഫോം ചെയ്തിട്ട് അതിന് പകരം ആരെങ്കിലും കയറ്റാനായിട്ട് ശ്രമിക്കാം കേട്ടോ. മാം, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. സെമിനാറിന്റെ ടോപ്പിക് തന്നിരുന്നു, പക്ഷെ സെമിനാർ ഇന്ന് എടുക്കേണ്ടതാണ് അശ്വതി മാമിന്റെ. ഇപ്പൊ 2:30 അശ്വതി മാമിന് ഇന്ന് വേറെ വൈവയ്ക്കുള്ള സമയം മാമിന് 2:30 കൊടുത്തിരുന്നത്. അപ്പൊ ഇനിയിപ്പോ അടുത്ത ദിവസങ്ങളിൽ വൈവ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ സെമിനാർ മാമൊക്കെ വൈവയുടെ ടൈമിൽ എടുക്കണോ അതെയോ അതെങ്ങനെയാണ്? ആ, മാമിന് എനിക്കല്ല, മാമിന് വൈവ 2:30 ഉണ്ട്. 2:30 PGയുടെ ക്ലാസ് മാമിനുള്ളതായിരുന്നു. ആ, അതെ. ഇന്നത്തെ 2:30 ക്ലാസ് അശ്വതി മിസ്സിന് ഉണ്ട് PGയുടെ. പക്ഷെ വൈവയ്ക്ക് ടൈമും 2:30 കൊടുത്തിരിക്കുന്നത് മാമിന്റെ കണ്ടത്. ഓക്കെ മാം. ഞാൻ പറയാട്ടത്. ഓക്കെ മാം. അത് നോക്കിയിട്ട് പറയാവേ. അപ്പോ നമ്മള് വൈവേക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾ സ്ലോട്ടിൽ കയറിക്കും. ഇപ്പൊ ചിലപ്പോ എങ്ങാനും ആ കുട്ടിക്ക് മാറിപ്പോയതാണെന്നും പറയാൻ പറ്റില്ലല്ലോ. ടീച്ചർ നമുക്ക് പേരിട്ടത് മാറിപ്പോയതാവാലോ, അങ്ങനെയും ആവാം. അപ്പോ നോക്കാം. പിന്നെ എന്താ പറയാ, നമുക്ക് എക്സാം വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാ വരുന്നത്, ഏതൊക്കെ പാർട്ടിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നോക്കിയാലോ? മാം, യൂണിറ്റ് ടെൻഡൻസി ഓഫ് മാൻ എടുത്തിട്ടില്ലല്ലോ. ജിഷാമിസ് എടുക്കുമെന്നല്ലേ പറഞ്ഞത്? ജിഷാമിസിന്റെ ക്ലാസ് കഴിഞ്ഞോ? ഇല്ല, ജിഷ മാം എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ജിഷാമിസ് എടുക്കും. ടെൻഡൻസി സമപ്പ് ചെയ്യാനുള്ളൂ. ഒരു ക്ലാസ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നൈറ്റ് ക്ലാസ് വെച്ചാലും മിസ് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. മാം, അടുത്ത മൺഡേ PGയുടെ സെമിനാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനിടയ്ക്ക് വൈവ എനിക്ക് വരുവാണെങ്കിൽ സെമിനാർ അടുത്ത ആഴ്ച ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയോ, അതേ വൈവയുടെ സമയത്ത് സെമിനാർ പ്രസന്റ് ചെയ്യേണ്ടി വരുമോ? ഓക്കെ, കുഴപ്പമില്ല. വൈവേക്ക് നമ്മൾ എന്തായാലും സെമിനാർ എടുക്കാൻ വേണ്ടിയിട്ട് ടോപ്പിക് പഠിക്കും അല്ലേ? അപ്പൊ ടോപ്പിക് ഒന്ന് സമ്മപ്പ് ചെയ്ത് വൈവയുടെ സമയത്ത് 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 2 മിനിറ്റ്സിനുള്ളിൽ ടോപ്പിക് ആ മിസ്സിന് പറഞ്ഞു കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോ എന്താണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് സെമിനാർ എടുക്കാൻ പോകുന്നത്. ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആർ പ്ലാനിങ്, ഓർഗനൈസിങ്,
സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിന് വരെ കോർഡിനേഷൻ ആണ് വരുന്നത്. അപ്പൊ ഇന്ന ടോപ്പിക്കുകളാണ് എടുക്കുന്നത് പറയാം. അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. മനസ്സിലായോ? ഇംഗ്ലീഷിൽ എടുക്കണമെന്നുണ്ടോ? അതേ നമ്മളിപ്പോ സെമിനാർ ക്ലാസ്സിൽ ഇപ്പൊ എടുക്കണ പോലെ ഇംഗ്ലീഷും മലയാളം കലർത്തി പറയാൻ പറ്റുമോ? മലയാളത്തിലും എടുക്കാം, പക്ഷെ ക്യാമറ ഓൺ ചെയ്താണ് എടുക്കുന്നത്. ആ ഒരു കാര്യത്തിൽ നിങ്ങളിപ്പോ നോക്കി റീഡ് ചെയ്യാനായിട്ട് പാടില്ല. ജസ്റ്റ് നോക്കി, ഞാനിപ്പോ നോക്കി റീഡ് ചെയ്യുകയാണെങ്കിൽ എന്റെ ബുക്ക് ഇവിടെ ഉണ്ടാവും. നോക്കി ഞാനിങ്ങനെ ശ്രദ്ധിക്കാണ്ട് ഞാൻ നോക്കി മാത്രം റീഡ് ചെയ്യുകയാണെങ്കിൽ എന്റെ കണ്ണിൽ ഇങ്ങനെ ഇരിക്കുള്ളൂ. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നോക്കി റീഡ് ചെയ്യാൻ പാടില്ല. നേരെ തന്നെ നോക്കിയിട്ട് നമ്മൾ സമ്മപ്പ് ചെയ്ത് പോയിന്റ് വെച്ചോ, പോയിന്റ്സ് നോട്ട് ചെയ്യാനായിട്ട് വെച്ചോ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാ കാര്യവും ഫുൾ ആയിട്ട് പേജ് ബൈ പേജ്, സെന്റൻസ് ബൈ സെന്റൻസ് റീഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. അങ്ങനെ അതൊരു ബാഡ് ഇംപ്രഷൻ ആണ്. ചില ടീച്ചർമാരെ നോട്ട് ചെയ്യും, ഈ കുട്ടി നോക്കിയാണ് വായിച്ചത് എന്ന് നോട്ട് ചെയ്തിട്ട് മാർക്ക് കൊടുക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അത് ചോദിക്കും എന്തുകൊണ്ടാണ് സെമിനാർ മാർക്ക് കുറച്ചത് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ PG എടുക്കുന്ന ടീച്ചർ ആയിരിക്കില്ല ആ സെമിനാർ എടുക്കുന്നത്. അപ്പൊ വേറെ ടീച്ചറായിരിക്കും. PG എടുക്കാത്തൊരു ടീച്ചറാണെങ്കിൽ അറിയില്ല. അപ്പൊ കുട്ടി നോക്കി റീഡ് ചെയ്തു, അതുകൊണ്ടാണ് കുറച്ചത്. മാക്സിമം നിങ്ങൾ നോക്കി റീഡ് ചെയ്യാന്ന് വെച്ചാൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അത് വായിച്ചു. ഫുൾ ആയിട്ട് വേർഡ് ബൈ വേർഡ്, സെന്റൻസ് ബൈ സെന്റൻസ് നോക്കി റീഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കിയാലോ? ഇത് ചാപ്റ്റർ വൈസും എക്സാംസും നോക്കിയാലോ? ഓക്കെ, ഇതില് നമ്മുടെ പാർട്ട് 1 മൊഡ്യൂൾ 1 നമ്മൾ ഒരു 6 പേപ്പർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ലിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടാവും ഗ്രൂപ്പിലൊക്കെ, ഇല്ലേ? വന്നിട്ടില്ലേ? ലിസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഞാനൊന്ന് പറയാം. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് മൊഡ്യൂൾ 1 പാർട്ട് 1 പേപ്പർ 1 ആണ്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. 1 to 8 യൂണിറ്റ്സ് ഒരുമിച്ചായിരിക്കും നമുക്ക് എക്സാം ആയിട്ട് വരുന്നത്. 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. സോ എല്ലാ ചാപ്റ്റേഴ്സും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. സോ അതനുസരിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ് ഡയറ്റ്, ഹെൽത്ത് കെയർ, then common childhood disease, mental health and hygiene. 50 മാർക്ക് എന്നാണല്ലോ മാം പറഞ്ഞിരിക്കുന്നത്, 100 മാർക്ക് എന്നാണല്ലോ തന്നിരിക്കുന്നത്. വരുന്നത് 100 മാർക്കിന്റെ ആണ്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടമാവുന്നത് 1 മാർക്കല്ല, 2 മാർക്കായിരിക്കും നഷ്ടമാവുന്നത്. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യന്റെ മാർക്ക് വരുന്നത് 2 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾക്കറിയാലോ ചൈൽഡ് ഡെവലപ്മെന്റ് പാർട്ട് 2 ആണ്. ചൈൽഡ് ഡെവലപ്മെന്റ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ചൈൽഡ് ഡെവലപ്മെന്റ് കീഴിൽ വരുന്നത്? 1 to 5. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. 1 to 5 ആണ് ചൈൽഡ് ഡെവലപ്മെന്റ്. പേപ്പർ 2 ആണ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യന്റെ എണ്ണം എത്രയായിരിക്കും? 50 മാർക്ക്, 50 ക്വസ്റ്റ്യൻസാ വരുന്നത് 100 മാർക്കിന്റെ. അപ്പൊ ഒരു ചാപ്റ്ററിന് മിനിമം എത്ര ക്വസ്റ്റ്യൻസ് വരും? അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ പറഞ്ഞ 5 ചാപ്റ്റേഴ്സ്. സൈക്കോളജി സെയിം. സൈക്കോളജി എന്ന് പറയുന്നത് 6 to 10 വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓരോ ചാപ്റ്ററും 10 ക്വസ്റ്റ്യൻസ് വരും. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻസ് ആണ് ഈ 2 പാർട്ട്. പാർട്ട് 2 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മോക്ക് ടെസ്റ്റ് നോക്കുക, ടെസ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കുക. നമ്മൾ എക്സാമിന് മുമ്പ് ടെസ്റ്റ് റീഡ് ചെയ്യുക. ആ ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് എന്തായാലും ചെയ്യാം. കാരണം മോക്ക് ടെസ്റ്റിൽ ഒരു പെർസെന്റേജ്, ഇത്ര പെർസെന്റേജ് മോക്ക് ടെസ്റ്റിൽ ചോദിക്കാം. മോക്ക് ടെസ്റ്റിൽ ഫുള്ളും ചോദിക്കുമെന്ന് പറയുന്നില്ല, പക്ഷെ ഇത്ര പെർസെന്റേജ് ചോദിക്കാം. ഓക്കെ, ഫുള്ളായിട്ട് മോക്ക് ടെസ്റ്റിൽ ചോദിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു എന്താ പറയാ, ഒരു കുറച്ച് പെർസെന്റേജ്, ഒരു 30-40% മോക്ക് ടെസ്റ്റിൽ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന പാർട്ട് 3 നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പേപ്പർ 4 എന്ന് പറയുന്ന മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ, യൂണിറ്റ് 1, 3, 4, 5, 6. ഇതില് എന്റെ 3 യൂണിറ്റ് വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 യൂണിറ്റ്സ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡോക്ടർ മരിയ മോണ്ടിസോറി, നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ, സൊസൈറ്റി ഓഫ് കൊഹീഷൻ. ഈ 3 യൂണിറ്റും
ഏതാണ് പേപ്പർ 4 വരുന്നത്. സോ ആ 3 യൂണിറ്റിൽ നിന്നും അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ നന്നായിട്ട് ആ ചാപ്റ്റർ റീഡ് ചെയ്യാം, അതിൽ മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ നോക്കുന്നത് മോണ്ടിസോറി തിയറി മെത്തേഡ് ആപ്ലിക്കേഷൻ ആണ്. യൂണിറ്റ് 2 മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ്. ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വരാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. ദെൻ പിന്നെ 7 യൂണിറ്റ് 7 വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. നിങ്ങൾക്കറിയാം ആ ഒരു ചാപ്റ്റർ നിങ്ങൾ എടുത്തപ്പോൾ തന്നെ വളരെ സെൽഫ് കൺസ്ട്രക്ഷൻ ഒക്കെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് 7 എന്ന് പറയുന്നത്. ദെൻ മൂവ്മെന്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ടെൻഡൻസി ഓഫ് മാൻ ഇമ്പോർട്ടന്റ് ആണ്, എന്നാലും നല്ല രീതിയിൽ നോക്കുക, സമ്മപ്പ് ചെയ്ത് നോക്കിയാൽ മതി. മോണ്ടിസോറി ടേംസ്. അപ്പോ ഇത്രയുമാണ് പേപ്പർ 5 വരുന്നത്. അതില് മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ് ആണ് ലെസ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 10 ക്വസ്റ്റ്യൻ ഒന്നും അതിന് ചോദിക്കില്ല. മിനിമം ഒരു 5 താഴെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉള്ളൂ. അത് മാത്രമാണ് ഇതിൽ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ. ബാക്കി എല്ലാം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പേപ്പർ 5 കഴിഞ്ഞു. പേപ്പർ 6 ആണ് പ്രീ സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്. നമ്മുടെ പേപ്പറിന്റെ പേര് മോണ്ടിസോറി സ്കൂൾ മാനേജ്മെന്റ് പാർട്ട് 4 ആണ് വരുന്നത്. സോ അതില് 10 ചാപ്റ്റർ ഉണ്ട്. ഓരോ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് അറിയാം ഇതിൽ ഏതൊക്കെ ചാപ്റ്റർ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഗസ് ചെയ്യാവോ? കമ്മ്യൂണിക്കേഷൻ സൂപ്പർവൈസിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്ത് പഠിക്കാം. ചില ചാപ്റ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, ചില ചാപ്റ്റേഴ്സിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ചാപ്റ്റർ. പിന്നെ അത് റീഡ് ചെയ്ത് അത്യാവശ്യം കിട്ടുന്ന ചാപ്റ്റേഴ്സ് ആണ്. കുറച്ച് സിമ്പിൾ ആണ് അല്ലെ. പാർട്ട് 1 പോലെ തന്നെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു സെഷൻ ആണ് പാർട്ട് 4. അപ്പൊ നമ്മൾ കൂടുതൽ ടൈം കൊടുത്ത് പഠിക്കേണ്ട 2 പാർട്ടുകൾ ഏതൊക്കെയാണ്? പാർട്ട് 3യും പാർട്ട് 2. പാർട്ട് 2ഉം പാർട്ട് 3യും ആണ് നല്ല രീതിയിൽ പഠിക്കേണ്ടത് അല്ലെ. ചൈൽഡ് ഡെവലപ്മെന്റ്, സൈക്കോളജി, പിന്നെ മോണ്ടിസോറി. ആ ഒരു സെഷനാണ് നല്ല രീതിയിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ടൈം എടുത്ത് പഠിക്കുന്നത്. ചാപ്റ്റർ റീഡ് ചെയ്യാം. ഇനിയിപ്പോ ചാപ്റ്റർ റീഡ് ചെയ്യുമ്പോൾ ഡൗട്ട് തോന്നുകയാണെങ്കിൽ ആ ഒരു പോർഷനുള്ള റെക്കോർഡ് ക്ലാസ് ഇത് കേൾക്കാം. എന്നിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. റെക്കോർഡ് ക്ലാസ് ചിലപ്പോ എന്താ പറയാ, റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ചില ക്ലാസ്സുകൾ മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ആ ഒരു പോർഷൻ ക്ലിയർ ആവണമെന്നില്ല. അപ്പൊ ആ റെക്കോർഡ് ക്ലാസ് ഒന്നും കൂടി കണ്ടിട്ട് ആ ഒരു പോർഷൻ നല്ല രീതിയിൽ റീഡ് ചെയ്യാം കേട്ടോ. ചെയ്ത് നോക്കാം, മോക്ക് ടെസ്റ്റ് ചെയ്യാം. നമ്മളുടെ ആ ഒരു എഫേർട്ടും കാര്യങ്ങളും നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റേഴ്സിൽ വരുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ നോക്കിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ഉണ്ട് അല്ലെ? നമുക്ക് എത്ര 2 വീക്സ് ഉണ്ട് സ്റ്റഡി ലീവ് അല്ലെ? പെരുന്നാൾ കഴിഞ്ഞിട്ടാണോ എക്സാം വരുന്നത്? അതെ മാം. അത്രയും ഞാൻ പറഞ്ഞില്ലേ, പെരുന്നാളിന്റെ ടൈമിൽ എക്സാം വരാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ നമുക്ക് അത്രയും ടൈം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഇപ്പോ ഈ വരുന്ന 27th കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവില്ല അല്ലെ? അപ്പോ അടച്ചൊന്നും പോകരുത്. എക്സാം ആവുമ്പോഴേക്കും മറന്നൊന്നും പോകരുത്. നമുക്ക് കിട്ടിയ ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. ഓരോ ദിവസവും ഓരോ പോർഷൻ വെച്ച് കവർ ചെയ്ത് നോക്കാം. പോർഷൻസ് പ്ലാൻ ചെയ്ത് കവർ ചെയ്യാൻ നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് കോൺടാക്ട് ചെയ്യാം. ഇപ്പോ ഷംസിന്റെയും രണ്ട് ക്ലാസ് കാണില്ലായിരിക്കും അല്ലെ? 2ാം തീയതി എക്സാം ആണ്. അപ്പൊ 2ാം തീയതി ക്ലാസ് ഉണ്ടാവില്ലല്ലോ അല്ലെ? കംപ്ലീറ്റ് ആവും പോകുന്നുണ്ട്. 28th വരെ നിങ്ങളുടെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 27th കൂടി ആയിരിക്കും ലാസ്റ്റ് ക്ലാസ് വരുന്നത്. ഇനിയിപ്പോ എന്റെ ലാസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആയിരിക്കും. തേഴ്സ്ഡേ മാക്സിമം എല്ലാവരോടും ജോയിൻ ചെയ്യാൻ പറയണം കേട്ടോ. ഓക്കെ, എല്ലാവരും ഒന്ന് കണ്ടിട്ട് നമുക്ക് ഒരു ബൈക്ക് പറഞ്ഞ് തിരിയാം. നിങ്ങൾക്ക് കോൺവെക്കേഷൻ വരുമ്പോൾ ഇപ്പൊ നമ്മുടെ കട്ട മീറ്റിംഗ് ആയിരിക്കുള്ളൂ കോൺവെക്കേഷൻ നിങ്ങൾ വരുന്നത്. അപ്പോ നമുക്ക് കൂടുതൽ കുറച്ചും കൂടി നന്നായിട്ട് സംസാരിക്കാം. എല്ലാവരും മാക്സിമം ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് സംസാരിക്കാൻ നോക്കാം. എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം.
അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്ത സമയത്തുള്ള നിങ്ങളാണോ ഇപ്പോ ഈ ലാസ്റ്റ് ക്ലാസ്സിലേക്ക് വന്ന് നിൽക്കുമ്പോൾ നിങ്ങളിലെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഈ ഒരു കോഴ്സ് എടുത്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യാം. എല്ലാവരോടും മാക്സിമം അത് ജോയിൻ ചെയ്യാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ടേം എക്സാം സിമ്പിൾ ആയിരിക്കുള്ളൂ. മെയിൻ എക്സാം തന്നെ ഒരു ചെറിയൊരു മോഡലാണ്. എല്ലാ ചാപ്റ്റേഴ്സ് പാർട്ട് 1, പാർട്ട് 3, പാർട്ട് 4 എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസും പാർട്ട് 3 ആയിരിക്കും. പാർട്ട് 4 കുറച്ച് ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. അപ്പോ അത് നോക്കിയിട്ട് നിങ്ങൾ ടേം എക്സാമിന് പ്രിപ്പയർ ചെയ്യാം. ടേം എക്സാമിന് വരുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിസ്മാരിടാനുള്ള ചാൻസ്. അതും നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കാൻ നോക്കാം. ഓക്കെ, പിന്നെ വേറെ ഏതെങ്കിലും പോർഷൻസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഏതെങ്കിലും സെഷൻസിൽ കുറച്ച് ക്ലാരിറ്റി കിട്ടിയാൽ കൊള്ളാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റിവിഷൻ ക്ലാസ് ഇല്ലേ മാം? റിവിഷൻ ക്ലാസ് ജിഷാമിസ് ആണ് സാധാരണ എല്ലാ ബാച്ചുകളിലും റിവിഷൻ ക്ലാസ് കൊടുക്കാറ്. എക്സാമിന്റെ തലയിൽ ടൈം എക്സാമിന്റെ ഒക്കെ അടുത്തായിരിക്കുള്ളൂ. 2 hour സെഷൻ വെച്ചിട്ടായിരിക്കും റിവിഷൻ ക്ലാസ് പോകുന്നത്. ഫുൾ സെഷൻ സമപ്പ് ചെയ്ത് പോകും ആ ഒരു ടൈമില്. എന്ന് വെച്ചാല് ഇൻഡിവിജ്വൽ ആയിട്ട് റിവിഷൻ ക്ലാസ് വരാറില്ല. ഞാനിപ്പോ റിവിഷനാണ് ചെയ്തത്. നിങ്ങളെ കൊണ്ട് സെമിനാർ എടുപ്പിക്കാന്ന് പറഞ്ഞാല് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ട് റിവിഷൻ ക്ലാസ് തന്നെയായിരുന്നു അത്. കാരണം നിങ്ങൾക്ക് എത്ര രീതിയിൽ അത് മനസ്സിലായി. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് അത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് ആ ഒരു സെമിനാർ ടോപ്പിക് കവർ ചെയ്തപ്പോൾ തോന്നിയത്. നല്ല രീതിയിൽ നിങ്ങളത് ക്യാച്ച് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോ PG കുട്ടികള് ഏതെങ്കിലും ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് സെമിനാറിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ സെമിനാറിന് ടോപ്പിക് തന്നിട്ടില്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് സെമിനാറിന് വേണ്ടി പ്രിപ്പയർഡ് ആയിക്കോട്ടോ. ഓക്കെ, PG കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. അതിന് സെമിനാറിന് പോർഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ നന്നായിട്ട് വർക്ക് ചെയ്ത് അതെല്ലാം പ്രസന്റ് ചെയ്താൽ മതി. മാം ഇന്നലത്തെ ആ ലിങ്ക് ഇന്നിപ്പോ നമ്മള് കേറേണ്ടത് ഇതിന് വൈവേക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലാണ്? മാം ഇന്നലെ വൈവയുടെ ഇന്നലെ നൽകിയ വൈവേന്റെ ലിങ്കിലാണോ ഒന്ന് കേറേണ്ടത്? നിങ്ങൾക്ക് ആ ലിങ്ക് ഉണ്ട്. ഇപ്പൊ ഏത് ടീച്ചറിനാണോ നസീറ വൈവേക്ക് ഇട്ടിരിക്കുന്നത് ആ ടീച്ചറിന്റെ ലിങ്കിലേക്ക് വരണം. അപ്പൊ നസീറ മാം എന്നാണ് എനിക്ക്. ഓക്കെ, അപ്പൊ ഒരു ക്ലാസ് ഓക്കെ, ഈ ക്ലാസ് കഴിയുമ്പോ തന്നെ അല്ലെങ്കിൽ ജോയിൻ ചെയ്തു കേട്ടോ. ഓക്കെ മാം. ഓക്കെ, നസീറയും ഉണ്ട്, മഞ്ജുഷയും ഉണ്ട് എനിക്ക്. വൈവ സമയത്ത് മെറ്റീരിയൽസിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം. മലയാളത്തിലോ അതോ ഇംഗ്ലീഷിലോ? മലയാളത്തില് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. മെറ്റീരിയൽസിനെ കുറിച്ച് നന്നായിട്ട് നോക്കണം. നമ്മളുടെ 5th റെക്കോർഡ് നല്ല രീതിയിലൊന്ന് നമ്മൾ ചെയ്തൊക്കെ തന്നെ നമ്മൾ ഓർമ്മയിലുണ്ടാവും, എന്നാലും ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ മെറ്റീരിയൽസ് കാണിച്ചു കൊടുക്കാം, റെക്കോർഡുകൾ പേജസ് ഷിഫ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ നോക്കാം. ഓക്കെ, നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് അസൈൻമെന്റിനെ കുറിച്ചിട്ട് നന്നായിട്ട് പറയാം. സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, സർവേനെ കുറിച്ചൊന്ന് സമ്മപ്പ് ചെയ്ത് പറയാൻ നോക്കാം. അത് ഓരോ മിസ്സുമാർ ചോദിക്കുന്ന രീതിയാണ് കേട്ടോ, വ്യത്യാസമായിരിക്കും. ഞാൻ പറഞ്ഞാണ് ഏകദേശം ഓരോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരാനുള്ള ചാൻസ്. അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം, നമുക്ക് കൂടുതൽ സംസാരിക്കാം. താങ്ക് യു ഓൾ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ആരാ പറയുന്നത്? ഞാൻ പറയാം മാം. താങ്ക് യു Barna ma'am for the wonderful class today. Your explanations were very clear and easy to understand. We learned many new things. Thank you once again ma'am. Okay, thank you very much. Thank you Sina. Thank you all. Thank you ma'am.